ആർത്തർ ബ്രോ വാട്ട് ദ ഫക്ക് 50 ഈഗിൾ ഗെയിമിംഗ് മെമ്പർഷിപ്പ് ബ്രോ താങ്ക് യു സോ മച്ച് മീൻസ് എ ലോട്ട് താങ്ക് യു സോ മച്ച് ആർത്തർ ബ്രോ അയ്യോ താങ്ക് യു 50 ഈഗിൾ ഗെയിമിംഗ് മെമ്പർഷിപ്പ് വെൽക്കം ടു സ്ട്രീം ആർത്തർ ബ്രോ വെക്കേഷൻ ആണ്. ഞാൻ എൻ്റെ ലൈഫിൽ അല്ലെങ്കിൽ എൻ്റെ വീടിൻ്റെ ഗതി ഇത്രയും ശോകമാണെന്ന് തിരിച്ചറിയണ ഒരു സമയം അതായിരുന്നു. ഞാൻ തോറ്റുപോയാലോ അപ്പ? ഒരു ദിവസം മമ്മി ഇതേപോലെ വിളിച്ചിട്ട് പറഞ്ഞ് നമുക്ക് ഇപ്പൊ ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് ഇപ്പൊ ഇത് അതിൽ എന്റെ കൊറേ സാധനങ്ങളുണ്ട്. കല്യാണം, പഴയ ബൂട്ട് ക്യാമ്പ്, ഹെവന്, പഴയ ഫോട്ടോ, FB കിങ്, എന്റെ കോളേജ് ലൈഫ്, മൂഞ്ചി തെറ്റി നടന്ന കാലം, FB മൊഞ്ചൻ. അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല, ഈ കോഴ്സ് ഇപ്പൊ ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ട്, അപ്പൊ അതൊക്കെ വിറ്റിട്ട് പഠിക്കാം എന്നെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി എന്തെങ്കിലും ചെയ്യാം എന്നുള്ളൊരു രീതിയിൽ, മമ്മി എനിക്കിത് നിർത്താൻ വയ്യ, എന്തെങ്കിലും നമുക്ക് ചെയ്യാം എന്നുള്ളൊരു ഇതായി. അങ്ങനെ ഓരോന്ന് ട്രൈ ചെയ്ത് അവസാനമാണ് യൂട്യൂബ് എന്നുള്ള എന്ത് വേണമെങ്കിലും ചെയ്യാൻ നമ്മൾ റെഡി ആവുന്ന ഒരു മൊമെന്റ് ഉണ്ടല്ലോ. ആ മൊമെന്റിൽ ഞാൻ പുച്ഛിച്ച് തള്ളിയ ഒരു സാധനത്തെ ഞാൻ അന്ന് ജീവിതത്തിൽ ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട്, പക്ഷെ ഗ്രാജുവലി ഇതിന്റെ വ്യൂ കൗണ്ട് ഭയങ്കരമായിട്ട് കൂടാൻ തുടങ്ങി. പരുന്ത് വാസു എന്ന് പറഞ്ഞിട്ട് ഈ GTA 5 എന്ന് പറയുന്ന ഗെയിം ഞാനങ്ങ് സ്റ്റാർട്ട് ചെയ്തു. ഈ പരുന്ത് വാസു ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ആ ക്യാരക്ടറിനെ ഭയങ്കരമായിട്ട് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. അതിൽ MRC പോകുമെന്ന് ഞാൻ കണ്ടോ എവിടെയും? അത് എനിക്ക് തോന്നിയതാണോ? MRC ഗോഗു ഗെയിമർ മല്ലു. അതൊക്കെ പോട്ടെ, എന്തൊക്കെയാ മാവന്റെ സൂപ്പർ പവേഴ്സ്? സുഖമായിട്ടിരിക്കുന്നല്ലേ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എലിയാണ്. സൗഖ്യമാ? മാമ സൗഖ്യം. ஒரு பொண்ணு பார்த்தேன் நினைச்சு அப்புறம் அவன் முகத்துல இருக்கிற அழகான கண்ணை பார்த்தேன். Cutie pie, I'm in love with you. I love you. I love you too. ജോളിയായിരുന്നു ഞാൻ. പൊറുത്തിക്കിട്ട് മാട്ടിക്കിട്ട്. ദിലിന്റെ മറ്റുള്ളവരോടുള്ള സ്നേഹവും മറ്റുള്ളവരോടുള്ള പരിഗണനയും, പക്ഷെ അവരുടെ ലൈഫ് ചേഞ്ച് ആയത് ഈ ഗെയിമിങ്ങിലൂടെയാണ്. ഇപ്പോഴത്തെ ആ ഒരു കറന്റ് സിറ്റുവേഷൻ കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്ക്. മോട്ടിവേഷൻ അല്ലേ? ഒരുപാട് പേരുടെ സപ്പോർട്ട് അതെല്ലാം ഉള്ളത് കൊണ്ടാണ് അവൻ ഈ നിലയിലോട്ട് വന്നത്. അവൻ്റെ ഒരു സന്തോഷവും അവൻ ഇഷ്ടപ്പെട്ടതൊക്കെ അവൻ നേടിയെന്ന് പറയുമ്പോഴെനിക്ക് വളരെ സന്തോഷം. പക്ഷെ അവർക്ക് മുമ്പിൽ നീ തോന്നില്ല. അവരെ ജയിക്കാനുള്ള കരുത്ത് നിന്റെ ഉള്ളിൽ നിന്ന് വരും. കാരണം നിന്റെ ജയം ആഗ്രഹിക്കുന്ന കുറെ മനസ്സുകൾ ആ സമയം നിന്റെ ചുറ്റിനുമുണ്ടാകും. എന്താടാ നിനക്ക് ബോറടിച്ച? ഇല്ല, ബോറൊന്നും അടിച്ചില്ല. നിനക്ക് മാസാണ് വേണ്ടത്. வந்திருக்கிற இடம் சூப்பர். എന്റെ പള്ളി.
പറയുന്നത് എല്ലാം കിട്ടും. என்ன பிடிச்ச எவ்வளோ கோடி பேர் கண்டா വിഷയോടാ. ഓ എന്റെ അമ്മോ സീൻ. എടാ ഷൗടെക്സ് വിഷയം സാധനം കേട്ടാ. ഇവിടെ സുനിമോനും ഷൗടെക്സും കൂടെ എന്റെ ബർത്ത്ഡേ കളറാക്കി തന്നു. വിഷയം വീഡിയോ കേട്ടോ. രണ്ടുപേരും കിടിലനായിട്ട് ചെയ്തു തന്നു.